സമയം എത്ര പെട്ടെന്നല്ലേ പോകുന്നത്. എസ്പെഷ്യലി നോയമ്പ് തുടങ്ങിയതും ഇന്നിപ്പോൾ ഓശാന വരെ എത്തിയതും വളരെ സ്പീഡിൽ പോയ പോലെ തോന്നാറുണ്ട്. ഇനി ഒരാഴ്ചക്കുള്ളിൽ ഈസ്റ്റർ എത്തുവാണ്. ഈ ഒരു ടൈമിൽ നോർമലി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് പറയാറ്. അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഇഷ്ടക്കേടോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ എനിക്ക് ലക്ഷറിയാണെന്ന് തോന്നിയതാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. നാടിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ പല പ്രാവശ്യവും ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ലാസ്റ്റൊക്കെ ആവുന്ന സമയത്ത് കുറച്ചൊന്ന് മടുക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാനുള്ളൊരു ടൈം പോലും ഉണ്ടായിരുന്നില്ല. കാരണം കടന്നു പോകുന്ന സിറ്റുവേഷനും അതിലൂടെ പോകുന്ന ഫീലിങ്സ് ഒക്കെ വളരെ ഇൻറ്റൻസും ഡെപ്തും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പല സിറ്റുവേഷനിലും ബൈബിളിലെ ഈ ഒരു കോട്ടാണ് ഞാൻ ലൈഫിൽ പറയാറ്. പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകറ്റിക്കളയണമേ, എങ്കിലും എൻ്റെ ഇഷ്ടം പോലെ അല്ല നിൻ്റെ ഇഷ്ടം പോലെ ആയിരിക്കട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എന്നോട് സംസാരിക്കുന്ന എല്ലാവരും എന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതേപോലെ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിലെയും ആ ഉയർപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.